ഡോളർ തകർന്നാലും ഇന്ത്യക്ക് ഒരു ചുക്കുമില്ല. റിസർവ് ബാങ്കിന്റെ കയ്യിലുള്ള സ്വർണം ഇന്ത്യക്ക് കരുത്താകും. സ്വർണം വാങ്ങിക്കൂട്ടുന്ന ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ നടപടിയെ ഇപ്പോൾ അഭിനന്ദിച്ചിരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധർ. ഡോളറിനെ ഇല്ലാതാക്കാനുള്ള നടപടിയുടെ ഭാഗമായല്ല സ്വർണം വാരിക്കൂട്ടുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഡി ഡോളറൈസേഷന് വേണ്ടിയാണോ ഇന്ത്യ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് എന്ന ചോദ്യങ്ങൾക്ക് ഇതോടെ ഉത്തരമാവുകയാണ്. രാജ്യങ്ങൾ അവരുടെ ഡോളറിലുള്ള കരുതൽ ധനം കുറച്ചുകൊണ്ടുവരുന്ന പ്രക്രിയയാണ് ഡി ഡോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഡോളറിൽ കരുതൽ ധനം കയ്യിൽ വെക്കുന്നതിന് പകരം പല രാജ്യങ്ങളും സ്വർണത്തിലേക്ക് മാറുകയാണ്. കാരണം സ്വർണത്തിന്റെ മൂല്യം മാറാതെ തുടരും എന്നതിനാലാണിത്. 2024 മാത്രം ഇന്ത്യ വാങ്ങിയത് 72.6 ടൺ സ്വർണമാണ്. 2023 2024 ഇടയ്ക്ക് റിസർവ് ബാങ്കിന്റെ കൈവശമുള്ള സ്വർണം 4 മടങ്ങായി വർദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ശേഖരം 803 ടണ്ണിൽ നിന്നും 87 ടൺ സ്വർണം എന്ന നിലയിലേക്ക് മാറി. അതേസമയം കറൻസി രംഗത്ത് രൂപയുടെ മൂല്യം ഇടിയുമ്പോഴും വിപണിയിൽ ഇടപെടാതെ രൂപ സ്വയം കരകയറട്ടെ എന്ന നിലപാടിൽ തന്നെയായിരുന്നു ഇന്ത്യ. കാരണം ഡോളർ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ അത്രത്തോളം ശക്തി പ്രാപിച്ചിരുന്നു. എന്തായാലും സ്വർണം ഇപ്പോൾ വാങ്ങിക്കൂട്ടുന്ന റിസർവ് ബാങ്കിന്റെ നിലപാട് വളരെ നല്ല ഒരു നിലപാടാണ് എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. നാളെ ഇനിയിപ്പോൾ ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞു എന്ന് വെച്ചാലും സ്വർണത്തിന്റെ മൂല്യം ഇടിയുകയില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, ട്രംപിന്റെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ചരക്കിന് ഇറക്കുമതി തീരുവ വൻതോതിൽ വർദ്ധിപ്പിക്കുന്നത് ലോകത്താകമാനം അസ്വസ്ഥത സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നത് തള്ളിക്കളയാനാവില്ല. കഴിഞ്ഞ ദിവസം അലുമിനിയത്തിനും ഉരുക്കിനും ഇറക്കുമതി തീരുവ 25% ഉയർത്താനുള്ള ട്രംപിന്റെ നീക്കം പുറത്തു വന്നിരുന്നു. അതിന് ശക്തമായ മറുപടി നൽകും എന്ന പ്രഖ്യാപനത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അങ്ങനെയാണ് എങ്കിൽ അത് രാജ്യങ്ങൾ തമ്മിൽ ഒരു വ്യാപാര യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയിലേക്ക് നയിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഡോളറിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയും തള്ളിക്കളയാനാവില്ല. ആഗോളവൽക്കരണത്തിന്റെ ഈ കാലത്ത് അമേരിക്ക മാത്രം നന്നാവുക അല്ലെങ്കിൽ അമേരിക്ക മാത്രം സംരക്ഷിക്കുക എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആശയം അത് പ്രാക്ടിക്കലായി എത്രത്തോളം ശരിയാവും എന്ന ആശങ്കയും മറ്റൊരു ഭാഗത്തുണ്ട്. എന്തായാലും ഇതൊക്കെ ഈ കാരണങ്ങളൊക്കെ ഉണ്ടായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഡോളർ തകർന്നാലും ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ കയ്യിലുള്ള സ്വർണത്തിന്റെ മൂല്യം അത് മാറ്റമില്ലാതെ തുടരും. അത് നല്ലൊരു സാമ്പത്തിക നീക്കമായാണ് ഇപ്പോൾ വിദഗ്ധർ വ്യാഖ്യാനിക്കുന്നത്. സ്വർണത്തിന്റെ മൂല്യം ചർച്ചയാകുന്ന അവസരത്തിൽ എപ്പോഴും കൊളംബസ് പറഞ്ഞ ഒരു വാചകം കൂടി കൂട്ടി വായിക്കണം. സ്വർണം ഒരു നിധിയാണ്. അതുള്ള ആർക്കും ഈ ലോകത്ത് അവർ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യാൻ കഴിയും. 500 വർഷങ്ങൾക്ക് മുൻപ് കൊളംബസ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അത് ഇന്നും സത്യമാണ് എന്ന് തന്നെയാണ് തെളിയിക്കപ്പെടുന്നത്. ഇന്നും ആളുകൾ സ്വർണത്തെ വിശ്വാസത്തിന്റെ പ്രതീകമായി തന്നെയാണ് കണക്കാക്കുന്നത്. അതിന്റെ കാരണവും ഇത് തന്നെയാണ്. കാരണം സ്വർണ്ണമുള്ളവൻ ഒരു കാലത്തും കഷ്ടപ്പെടുകയില്ല. ലോക ഗവൺമെന്റുകളുടെ സ്വർണ്ണ ശേഖരം സ്വർണം ഒരു വിശ്വസനീയ കൂട്ടാളിയും വിശ്വസനീയമായ ആസ്തിയും സാമ്പത്തിക അനിശ്ചിതത്വത്തിനെതിരായ സുരക്ഷയുടെ പ്രതീകവുമാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. കഴിഞ്ഞ വർഷം വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളാണ് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയത്. ഡാറ്റ അനുസരിച്ച് കഴിഞ്ഞ 3 വർഷമായി ലോകത്തിലെ സെൻട്രൽ ബാങ്കുകൾ എല്ലാ വർഷവും 1000 ടണ്ണിലധികം സ്വർണം വാങ്ങുന്നുണ്ട്. 2024 ലോകത്തിലെ ബാങ്കുകൾ വാരിക്കൂട്ടിയ സ്വർണം 1045 ടണ്ണാണ്. 2024 സ്വർണം വാങ്ങിയ രാജ്യങ്ങളിൽ നാഷണൽ ബാങ്ക് ഓഫ് പോളണ്ട് 1-ാം സ്ഥാനത്തായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2-ാം സ്ഥാനത്തായിരുന്നു. സെൻട്രൽ ബാങ്ക് ഓഫ് തുർക്കി 3-ാം സ്ഥാനത്തായിരുന്നു. 2023 ലോകത്തിലെ സെൻട്രൽ ബാങ്കുകൾ 1037 ടൺ സ്വർണം വാങ്ങി. 2024 RBI അവരുടെ സ്വർണ്ണ ശേഖരം 72.6 ടൺ വർദ്ധിപ്പിച്ചു. 1-ാം സ്ഥാനത്തുള്ള നാഷണൽ ബാങ്ക് ഓഫ് പോളണ്ട് 2024 90 ടൺ സ്വർണം വാങ്ങി. 2024 ഡിസംബർ അവസാനം വരെ RBI കൈവശം വെച്ചിരിക്കുന്ന ഏറ്റവും പുതിയ സ്വർണ്ണ സ്റ്റോക്ക് 876.18 ടൺ ആയിരുന്നു. അതിന്റെ മൂല്യം $66.2 ബില്യൺ ആണ്. ഒരു വർഷം മുൻപ് ഇതേ കാലയളവിൽ ഇത് 803.58 ടൺ ആയിരുന്നു. ഇത് $48 ബില്യൺ ആണ്. അതായത് ഒരു കലണ്ടർ വർഷത്തിൽ 72.6 ടൺ വാങ്ങിയിട്ടുണ്ട്. 2021 ശേഷമുള്ള ഏറ്റവും ഉയർന്ന സ്വർണ്ണ വാങ്ങലുകളും 2017 സ്വർണ്ണ വാങ്ങലുകൾ ആരംഭിച്ചതിനു ശേഷം ഏതൊരു കലണ്ടർ വർഷത്തെയും ഉയർന്ന സ്വർണ്ണ വാങ്ങലുകളാണ് 2024. 2024 നാഷണൽ ബാങ്ക് ഓഫ് പോളണ്ട് ആണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം വാങ്ങിയത് എന്ന് പറഞ്ഞല്ലോ. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് 2024 സെൻട്രൽ ബാങ്ക് ഓഫ് പോളണ്ട് 90 ടൺ സ്വർണ്ണം വാങ്ങി. ഇതോടെ അവരുടെ സ്വർണ്ണ ശേഖരം 448 ടണ്ണായി ഉയർന്നു. 2024 തുർക്കി സെൻട്രൽ ബാങ്ക് 75 ടൺ സ്വർണ്ണം വാങ്ങി. ഇതോടെ തുർക്കിയുടെ ആകെ സ്വർണ്ണ ശേഖരം 585 ടണ്ണായി ഉയർന്നു. 72 ടൺ സ്വർണ്ണം വാങ്ങി ഇന്ത്യ 2-ാം സ്ഥാനത്താണ്. 2024 ചൈന 34 ടൺ സ്വർണ്ണം വാങ്ങി. എന്നാൽ ചൈനയുടെ സ്വർണ്ണ ശേഖരം ഇന്ത്യയേക്കാൾ 3 ഇരട്ടി കൂടുതലാണ്. ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് ചൈനയുടെ സ്വർണ്ണ ശേഖരം 2264 ടണ്ണാണ്. 2024 പ്രധാന സ്വർണ്ണം വാങ്ങുന്നവരിൽ ഹംഗറി, സെർബിയ, ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, ചെക്ക് റിപ്പബ്ലിക് എന്നിവ ഉൾപ്പെടുന്നു. ലോകത്തിന് സ്വർണ്ണത്തെക്കുറിച്ച് ഭ്രാന്ത് പിടിക്കുന്നത് എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. ഇതിന് പിന്നിൽ ഒരുപാട് ഭൗമരാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ട്രംപിന്റെ തിരിച്ചുവരവ്, ട്രംപിന്റെ അസ്ഥിരമായ വ്യാപാര നയങ്ങൾ, താരിഫുകളെ വ്യാപാര ആയുധമായി ഉപയോഗിക്കുന്നത്, ഹമാസ് ഇസ്രയേൽ യുദ്ധം, ഉക്രൈൻ റഷ്യ യുദ്ധം, പകർച്ചവ്യാധിയുടെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ഭയം, ഇതൊക്കെയാണ് ആഗോള വിപണിയിൽ അനിശ്ചിതത്വത്തിന്റെയും സംശയത്തിന്റെയും അന്തരീക്ഷങ്ങൾ നിലനിൽക്കുന്നതിന്റെ കാരണം. ഈ ഭയങ്ങളെ നേരിടാൻ ലോകമെമ്പാടുമുള്ള ബാങ്കുകൾ സ്വർണ്ണം വാങ്ങുന്നു. കാരണം സ്വർണ്ണം ഒരിക്കലും മൂല്യം നഷ്ടപ്പെടാത്ത ഒരു ലോഹമാണ്. നമുക്കറിയാം 2025 ഏകദേശം 10-40 ദിവസങ്ങൾ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ. പക്ഷേ ഈ 40 ദിവസങ്ങളിൽ സ്വർണ്ണത്തിന്റെ വില 10% വർദ്ധിച്ചു എന്നതും ശ്രദ്ധിക്കണം. കഴിഞ്ഞ ആഴ്ച തന്നെ സ്വർണ്ണത്തിന്റെ വില 1.5% വർദ്ധിച്ച് റെക്കോർഡ് ഉയരത്തിലെത്തി. ലോക്സഭയിൽ കോൺഗ്രസ് എംപി മനീഷ് തിവാരി തിങ്കളാഴ്ച സ്വർണ്ണത്തോടുള്ള പ്രവണത US ഡോളറിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ സൂചനയാണോ എന്ന് ചോദിച്ചിരുന്നു. അതിന് മറുപടിയായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു, RBIയുടെ കൈവശമുള്ളവ ഉൾപ്പെടെ ഇന്ത്യയുടെ വളരുന്ന സ്വർണ്ണശേഖരം ഒരു അന്താരാഷ്ട്ര കറൻസിക്കും പകരമാകാൻ ഉദ്ദേശിച്ചുള്ളതല്ല എന്ന്. RBIയുടെ സ്വർണ്ണ വാങ്ങലിനെ കുറിച്ച് സീതാരാമൻ പറഞ്ഞു, സന്തുലിതമായ ഒരു കരുതൽ പോർട്ട്ഫോളിയോ നിലനിർത്തുന്നതിനായി സെൻട്രൽ ബാങ്ക് സ്വർണം ശേഖരിക്കുകയാണെന്ന്. ഡോളറിൽ നിന്ന് ഇന്ത്യ മാറുകയോ ബദൽ അന്താരാഷ്ട്ര പേയ്മെന്റ് സംവിധാനങ്ങളിൽ ഊന്നൽ നൽകുകയോ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നതിനല്ല, മറിച്ച് കരുതൽ ശേഖരം വൈവിധ്യവൽക്കരിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണിത് എന്ന് ധനമന്ത്രി പറഞ്ഞു. ധനമന്ത്രിയുടെ ഈ പ്രസ്താവന വന്നത് ആഗോളതലത്തിൽ ഡോളറൈസേഷനെ കുറിച്ച് ചർച്ചകൾ തീവ്രമായി നടക്കുന്ന സമയത്താണ്. ചില രാജ്യങ്ങൾ വ്യാപാരത്തിനും കരുതൽ ശേഖരത്തിനും ബദലുകൾ തേടുന്ന സമയമാണ് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലും ഇന്ത്യയുടെ വളരുന്ന സ്വർണ്ണ ശേഖരം അത്തരമൊരു മാറ്റത്തിന്റെ സൂചന അല്ല എന്ന് സീതാരാമൻ വ്യക്തമാക്കി. ഡോളർ മാറ്റി സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ഏതെങ്കിലും സംസാരത്തിൽ പുതിയ US പ്രസിഡന്റ് റോഷാഗുലിനാണ്. അത്തരം ഏതൊരു ശ്രമത്തിനും കനത്ത താരിഫ് ചുമത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയം സ്വർണ്ണവിലയെ കൂടുതൽ ഉയർത്തി. കാരണം നിക്ഷേപകർ അദ്ദേഹത്തിന്റെ വ്യാപാര നയങ്ങളെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലാണ്. ട്രംപ് പ്രസിഡന്റായ ഉടൻ തന്നെ ആക്രമണാത്മക വ്യാപാര നയം ആരംഭിക്കുകയും മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും 25% വലിയ താരിഫ് ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാലും അദ്ദേഹം അതിൽ നിന്ന് ഉടൻ തന്നെ പിൻവാങ്ങുകയും ചെയ്തു. ട്രംപ് ചൈനയ്ക്ക് മേൽ ചുമത്തിയ 10% താരിഫ് ഇപ്പോഴും നിലവിലുണ്ട്. അതേസമയം മറ്റു പ്രധാന കേന്ദ്ര ബാങ്കുകളും സമീപ വർഷങ്ങളിൽ വൻതോതിൽ സ്വർണം ശേഖരിച്ചിട്ടുണ്ട്. ട്രംപിന്റെ നേതൃത്വത്തിന് കീഴിലുള്ള അമേരിക്കയുടെ നയങ്ങളാണ് അവരുടെയും ആശങ്ക. അമേരിക്കയ്ക്ക് അവരുടെ സ്വത്തുകൾ പിടിച്ചെടുക്കാനും മരവിപ്പിക്കാനും സാധിക്കുമെന്ന് ഈ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. റഷ്യയുടെ ഉക്രൈനെതിരായ ആക്രമണത്തിന് ശേഷം അമേരിക്ക റഷ്യയുടെ $600 ബില്യൺ കരുതൽ ധനം മരവിപ്പിച്ചു എന്നതാണ് സത്യം. ഇതിനുശേഷം ട്രംപിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായ രാജ്യങ്ങളിലോ അമേരിക്കയുമായി നല്ല ബന്ധമില്ലാത്ത രാജ്യങ്ങളിലോ ഈ ഭയം വർദ്ധിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.